ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ എത്തിയിരിക്കുന്നത് കായംകുളം പത്തിയൂരാണ്. ഇത് കണ്ടോ, ഒരു 10 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് 5 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടറാണ്. അതിനകത്ത് നമ്മൾ 10 യൂണിറ്റ് ആണ് ലിഥിയം ബാറ്ററി വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് സ്ക്വയർ ട്യൂബ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ ഏത് ക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാ സൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോളോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്ക്വയർ ട്യൂബാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 16 ഗേജിന്റെ 60/40 ആ ഒരു ക്വാളിറ്റി ഉള്ള, അതായത് ആ ഒരു സൈസിന്റെ നമ്മൾ സ്ക്വയർ ട്യൂബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ സൈറ്റിലും നമ്മൾ ഈ അപ്പോളോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ സൈറ്റിൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വർക്കിന് വന്നിരിക്കുന്നത് മഹേഷും സജീവുമാണ്. നൗഫലാണ് നമ്മുടെ കൂടെ കൂടുതലും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് നൗഫലിന് ബിസി ആയതുകൊണ്ട് സജീവനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സജീവന് നമ്മുടെ പല സൈറ്റിലും നമ്മുടെ കൂടെ വർക്കിനുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് സജീവനും മഹേഷുമാണ് ഇന്നത്തെ നമ്മുടെ സൈറ്റിൽ ഈ ഒരു സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ റൂഫിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന അവിടെ നമ്മൾ ഹോൾ അടിക്കുമ്പോൾ വെള്ളം ലീക്കേജ് വരും എന്നുള്ളൊരു ഭയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോക്ട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ, അതായത് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്ന പൗഡറും ഇതിനകത്തൊരു ബോട്ടിൽ കെമിക്കലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹോളിൽ ഇറക്കി വെച്ച് കഴിഞ്ഞ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂഫിൽ ലീക്ക് നമുക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മുടെ ആ ഹോൾ അത് ബ്ലോവർ വെച്ചിട്ട് ഊതി ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ കാറ്റടിച്ച് ക്ലീൻ ചെയ്യുകയോ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്ത് നമ്മുടെ ഈ കെമിക്കൽ അതിനകത്തോട്ട് ലൂസായിട്ട് ഇറക്കിയിട്ട് ഈ ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്ത് കിട്ടുന്നത് ഇത് കണ്ടോ, കെമിക്കൽ കണ്ടോ, ഈ ഒരു ബോട്ടിലിനകത്ത് നമുക്കൊരു ലിക്വിഡാണ്. ആ ലിക്വിഡും ഈ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ ഒരു ഷീറ്റ് എടുക്കുക. മഹേഷ് കണ്ടോ, ഇതിൻ്റെ ഉസ്താദാണ് കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള പ്രത്യേകതരം പരിപാടികളൊക്കെ പുള്ളി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കുഴച്ച് നീറ്റായിട്ട്, അതായത് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ട് ഈ ഒരു ഹോളിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അത് ആ പൊടിയൊക്കെ ഊതി കളഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആങ്കർ ബോൾട്ട് ഇതുപോലെ തന്നെ പ്ലേറ്റിനകത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഹാമർ വെച്ചിട്ട് തല്ലി ഇറക്കുവാണ്. കാരണം ഇതിനകത്ത് ആ ലിക്വിഡൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഫുള്ള് ടൈറ്റ് ആയിരിക്കും. അവിടെ വാട്ടർ ലീക്കേജ് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് UTL എന്ന് പറയുന്ന കമ്പനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് ഓൺ 590 വാട്ട്സിൻ്റെ പാനൽസ് ആണ്. 8 പാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. UTL സോളാർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് തന്നെ 590 ആണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും സെല്ലിൻ്റെ അളവുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. നമുക്ക് ടോട്ടലി 25 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി തരുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇതിൻ്റെ സർവീസ് ടെക്നീഷ്യന്മാർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ 8 പാനൽ വെച്ചിട്ടുള്ള സ്ട്രക്ചർ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആ ഒരു സ്ട്രക്ചറിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതുമാത്രമാണ് ബാലൻസ്. ബാക്കി ഏകദേശം വർക്കുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ജെ ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റേ നമ്മൾ ക്ലാമ്പൊക്കെ വെച്ചിട്ട് സെൽഫ് സ്ക്രൂ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ കാലമൊക്കെ കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ജെ ബോൾട്ടാണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മുടെ 8 പാനൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു വ്യൂ. അപ്പോൾ ഇതിനടിയിലൊക്കെ ബോൾട്ടുകളൊക്കെ എല്ലാം ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് എർത്തിങ് കാര്യങ്ങൾ, ലൈറ്റിങ് അറസ്റ്ററിൻ്റെ കാര്യങ്ങൾ, പൈപ്പിങ്, അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് താഴെ നമ്മൾ എർത്തിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേബിളും കാര്യങ്ങളും ഒക്കെ കേബിൾ ടൈ ഇട്ടിട്ട് നമ്മൾ ഒതുക്കി കെട്ടി, അതായത് തൂങ്ങി കിടക്കാതെ നല്ല രീതിയിലേക്ക് കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ നമ്മൾ സ്ട്രക്ചർ വർക്കിന് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. ഇനി നമുക്ക് താഴെ പോയിട്ട് നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട്. അതുപോലെ ബാറ്ററി കാണാനുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 65 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ഒരു പാക്കറ്റ് ഇതിനടിയിൽ ട്രോളി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഒക്കുന്നതാണ്. അപ്പം അത്യാവശ്യം എടുത്ത് പോക്കാനാണെന്ന് 2 പേർക്ക് എടുത്ത് പോക്കാം. 65 കിലോ വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇതിനകത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 kV ആണ് ഇതിന് വരുന്നത്. ഇതിനകത്ത് VOC കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കാം നിങ്ങളെ. ഇത് നമ്മുടെ പുതിയ പാക്കറ്റായിട്ട് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഫ്രഷ് ആയിട്ട്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, കാരണം മറ്റ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിനെ ലൂപ്പ് ചെയ്യാനുള്ള കേബിൾസുകൾ അതിന് മുകളിൽ തന്നെ നമുക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് കമ്പനി. അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോക്കോൾ നമ്മൾ യൂഫോം മാറ്റുമ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഇൻവെർട്ടർ ഇതേ രീതിയിലാണ് വരുന്നത്. അതുപോലെ ഏറ്റവും അടിയിൽ നമുക്ക് ഒരു പാലറ്റിനകത്താണ് സെറ്റ് ചെയ്ത് വരുന്നത് ഇതിനടിയിൽ.
അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റാനും ഇത് ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് സിഗ്മ പ്രോ എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് 5KB-യുടെ. ഇതിനകത്ത് കുറേ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്വിച്ചുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് എടുക്കുവാനുണ്ട്. ഹൈബ്രിഡ് മോഡുണ്ട്, PCU മോഡുണ്ട്, സ്മാർട്ട് മോഡുണ്ട്, അതുപോലെ എക്സ്പോർട്ട് മോഡുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമ്മുടെ ലിഥിയം ബാറ്ററി, 2 ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ UTL-ൻ്റെ 51.2 വോൾട്ടിൻ്റെ നമ്മുടെ ആ ഒരു ലിഥിയം ബാറ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് പാക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അത് പാക്ക് ചെയ്ത് വിടുന്നത്. ഇത് മുകളിലേക്ക് നമുക്ക് സാക്ക് ചെയ്ത് മുകളിൽ വെക്കാത്തക്ക രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം BMS-ന് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്ത് കണ്ടോ, ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 mm കേബിളാണ് നമ്മൾ സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SPD കൊടുത്തിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്ന് വരുന്നുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്ചാർജ് ചെയ്ത് കളയുവാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ 16 mm കേജുള്ള കേബിൾസ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ, അതായത് ഈ ഒരു 5 കിലോയുടെ ഈ ഒരു ഇൻവെർട്ടറിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ സോളാർ പാനലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ കണ്ടു കാണും നിങ്ങൾ. അതുപോലെ തന്നെ ഈ സിസ്റ്റം നമുക്ക് ബൈപ്പാസ് ചെയ്തെടുക്കുവാനുള്ള ഓപ്ഷൻസും സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ മോഡിലേക്ക് ഇടാം, അതുമല്ല നമുക്ക് ബൈപ്പാസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നോക്കും. അപ്പോൾ 5 കിലോ വാട്ടാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഉണ്ട് കേട്ടോ, ബാറ്ററി അങ്ങോട്ട് മാറിപ്പോവുക അല്ലെങ്കിൽ സോളാർ പാനലിൽ ഇത് മാറിപ്പോവുക, അങ്ങോട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ DC/DB AC/DB നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഐസൊലേറ്ററിലാണ്. ഐസൊലേറ്ററിൽ നിന്ന് അത് കസ്റ്റമർക്ക് എടുത്ത് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ്. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള വ്യൂ. ഇപ്പം നമുക്ക് സോളാർ പാനലിൽ നിന്ന് നമുക്ക് വരുന്ന ആ ഒരു വോൾട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്പ്ലേ കണ്ടു കാണും. നമ്മുടെ 10 യൂണിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള 2 ബാറ്ററികൾ നമ്മൾ ഒരു സ്റ്റാൻഡിന് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബാറ്ററി തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഇൻവെർട്ടറിന് ബാറ്ററി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് നമുക്ക് ലിഥിയം ബാറ്ററിയുടെ ആ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഡിസ്പ്ലേ ഓൺ ആക്കിയപ്പോൾ നമുക്ക് ചാർജിങ് കാണിക്കുന്നുണ്ട് 8.56. അതായത് ഇപ്പോൾ ഈ നോർമലി ഈ ഒരു ഇൻവെർട്ടർ 10 ആമ്പിയർ ചാർജിങ്ങിലാണ് കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പാരാമീറ്റർ പോയിട്ട് നമുക്ക് അതിൻ്റെ ആമ്പിയർ ഒന്ന് കൂട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ 2 ബാറ്ററി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു 20 ആമ്പിയറോ 40 ആമ്പിയറോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാരാമീറ്റർ പോയിട്ട് വേണം നമ്മൾ ഇതിനെ മാറ്റി കൊടുക്കാനായിട്ട്. കമ്പനി നോർമലി 10 ആമ്പിയർ വരുന്നുള്ളൂ, കാരണം വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ. പക്ഷേ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്ത് കിട്ടും. അത്യാവശ്യം നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ ഇത് നല്ല ആമ്പിയർ ഇട്ട് ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് കിട്ടും. ഇതാണ് നമ്മുടെ DC/DB അതുപോലെ തന്നെ AC/DB. ഇതിൻ്റെ ഔട്ട് വന്നിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ വീണ്ടും